സാർ നമസ്കാരം. നമസ്കാരം. ഒരു 10 വർഷത്തിന് ശേഷം സാറ് ഞങ്ങൾ മുന്നേ കണ്ടത് ഒരു 2012 അന്ന് സാറ് ഖത്തർ ശാന്തി നികേതൻ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്നു അല്ലെ, HM ആയിരുന്നു സാറ്. അന്ന് കണ്ടതിന് ശേഷം 10 വർഷത്തിന് ശേഷം ഇവിടെ ഫുജറ ഇന്റർനാഷണൽ ഡിജിറ്റൽ ബസ്സിൽ കാണുകയാണ് സാർ. വളരെ സന്തോഷം. ഇവിടുന്ന് നമ്മുടെ തൃശ്ശൂരിലെ ഏറ്റവും നല്ല എല്ലാവരും അൻസാർ സ്കൂൾ പെരുമ്പിലാവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നൊരു സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് വന്നത് വളരെ സന്തോഷം. വെൽക്കം ടു കേരള. സാറ് ഇവിടെ സാറിനോട് ചോദിക്കാനുള്ളത് സാറ് എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം അത്രയും സീനിയർ ആയിട്ടുള്ള ഇന്റർനാഷണലി വർക്ക് ചെയ്തൊരു സാറാണ്. അധികം അങ്ങനെ ആർക്കും അധികം എക്സ്പീരിയൻസ് ഇല്ല നമ്മുടെ ടീമിൽ. കാരണം സെമീറ മാം മാത്രമാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് പുറത്ത്. എന്തായി കഴിഞ്ഞാലും സാർ ഇവിടെ നമ്മൾ 2ാമത് ഡിജിറ്റൽ ബസ് കഴിഞ്ഞു. സാറ് ആദ്യം മുതൽ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രൊജക്റ്റുകളും സാറ് കണ്ടു. സാറ് സ്കൂൾ 2 വർഷമായിട്ട് സൈബർ സ്ക്വയർ ഉണ്ട്. പക്ഷേ സാർ എക്സ്പീരിയൻസ് ചെയ്യുന്നപ്പോൾ സാറ് വരുമ്പോൾ സൈബർ സ്ക്വയർ ഉണ്ട്. കുറച്ചുകൂടി അടുത്തറിയാനും അല്ലെങ്കിൽ സാർ എക്സ്പീരിയൻസ് ഇന്നലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാവർക്കും നല്ലൊരു മെസ്സേജ് ആയിരിക്കും സാർ. തീർച്ചയായിട്ടും. പിന്നെ ഹരി സാറ് 10 വർഷം മുമ്പ് കണ്ടതായിരുന്നു. ഒരു സർപ്രൈസ് ആയിരുന്നു ശരിക്കും എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോൾ. സർപ്രൈസ് വെച്ചതാണ്. ഹരി സാറെ കണ്ടപ്പോൾ സന്തോഷമുണ്ട്, വല്ലാത്ത സന്തോഷമുണ്ട്. അത് ആ സമയത്ത് തന്നെ എനിക്ക് കാണിക്കാൻ പറ്റി. പിന്നെ ഇന്നലെ നടന്ന പരിപാടി ഡിജിറ്റൽ ഫസ്റ്റ് എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഇവന്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു ഇവന്റ്, പ്രൊഫഷണലായിട്ട് നടത്തിയ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഥവാ മക്കൾക്ക് ഒരു പ്രൊജക്റ്റ് മാത്രം ഇൻഡിവിജ്വൽ ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം അത് കൂടെ തന്നെ കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു സിസ്റ്റം, അത് ഇന്ന് ലോകത്ത് വളരെ അപൂർവമാണ്. പക്ഷേ സൈബർ സ്ക്വയർ നല്ലൊരു മോഡൽ പ്രൊജക്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പഠിക്കുന്ന 5000 മക്കൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെന്നും എനിക്ക് ഹരിയുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കണം ഈ വിഷയത്തിൽ നിന്നുള്ള എൻ്റെ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലുള്ള പരിപാടികൾ ഇനി പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരിക്കും ഹരിയുടെ ടീമിനും എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. നല്ല ഒരു നന്മ ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല സാർ, അടുത്ത പ്രാവശ്യം ഞങ്ങൾ വിചാരിക്കുന്ന മാക്സിമം കുട്ടികൾ നമുക്ക് അൻസാറിന്റെ കുട്ടികൾ അവിടെ പങ്കെടുക്കും. ഇതുപോലെ സമ്മാനങ്ങൾ നേടണം. സമ്മാനങ്ങളെക്കാൾ കൂടുതൽ അവരിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സാറിന്റെ എക്സ്പീരിയൻസ് നമ്മുടെ മക്കൾക്കും കിട്ടണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹം. ഏതായാലും സാർ, താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു സാർ.